ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് 5 വർഷം മുമ്പ് നടന്ന എൻ്റെ ഒരു അനുഭവമാണ്. 2018 ഡൽഹിയിൽ എനിക്ക് ജോലി ശരിയായപ്പോൾ ഞാൻ അതിയേറെ സന്തോഷിച്ചു. അവിടെ മലയാളികൾ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. തൊട്ടടുത്ത ഫ്ലാറ്റിൽ മലയാളി ഫാമിലി താമസമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അവർ 3 പേരുണ്ട്: വർമ്മ സാർ, സാറിൻ്റെ മകൻ, മരുമകൾ. തൊട്ടടുത്ത ഫ്ലാറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വർമ്മ ഫാമിലിയുമായി അടുപ്പത്തിലായി. എൻ്റെ കൂടെ റൂംമേറ്റ് നിക്കിയുമുണ്ട്. എനിക്ക് നാട്ടിലെ ഭക്ഷണം മിസ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ അവിടെ വീട്ടിൽ പോകാറുണ്ട്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം പതിവ് പോലെ ഒരു സന്ധ്യാനേരം ഞാനും നിക്കിയുമായി സാറിൻ്റെ വീട്ടിൽ പോയി. നേരം പോയതറിഞ്ഞില്ല. കുറേ അധികം സംസാരിച്ചിരുന്നു എന്ന് തോന്നുന്നു. അവിടെ പോയി തിരികെ വന്നു. നിക്കി നല്ല വൈകിയത് കൊണ്ടാകാം അന്ന് കിടന്ന ഉടനെ ഉറങ്ങിപ്പോയി. ഞാൻ പതിവ് പോലെ TV ഷോസ് എല്ലാം കണ്ടിരുന്നു പോയി. അപ്പോൾ സമയം ഒരു 10:30 ആകുമായിരിക്കാം. വർമ്മ സാറിൻ്റെ റൂമിലെ ലൈറ്റ് അണഞ്ഞിട്ടില്ല. അവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ, ആരോ അലറുന്ന പോലെ തോന്നി. എനിക്കെന്തോ ഒരു ചെറിയ ഭയം. ഞാൻ അവിടെ നിന്ന് എണ്ണീറ്റു. എൻ്റെ റൂമിൻ്റെ ജനാലയ്ക്കരികിലേക്ക് പോയി. അവിടെ നിന്നോ എൻ്റെ ജനാലയ്ക്ക് അടുത്തേക്ക് പോയിട്ട് ഞാൻ ആ ജനാലയ്ക്കുള്ളിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ വർമ്മ സാറിനെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് വർമ്മ സാറിൻ്റെ റൂമിൽ ലൈറ്റ് അണഞ്ഞു. വീണ്ടും ആ അലർച്ച കേട്ടു. ആ അലർച്ചയുടെ കൂടെ തന്നെ മറ്റൊരു ശബ്ദം. തടിയിൽ ഉളി കൊണ്ട് തട്ടുന്ന ശബ്ദം. 1 മിനിറ്റ് കഴിഞ്ഞ് ഒരു വലിയ അലർച്ച പിന്നെയും കേട്ടു. എനിക്ക് പേടിയുണ്ടെങ്കിലും എന്താണെന്ന് അറിയാൻ തോന്നി. റൂംമേറ്റ് നിക്കിയെ വിളിച്ചു. അവൾ നല്ല ഉറക്കത്തിലാണ്. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകും? എന്തായാലും പോയി നോക്കാം. അവളുടെ വീട്ടിലേക്ക് നടന്നു. പെട്ടെന്നൊരു മഴ. മഴയിൽ ഞാൻ നനഞ്ഞു. വർമ്മ ഫാമിലിയുടെ വാതിൽ കൊട്ടി. തുറന്നില്ല. ഒരിക്കൽ കൂടി തട്ടി. വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഞാൻ അകത്തു കയറി. അവിടെ എന്തോ നടക്കുന്നുണ്ട്. അവിടെ തറ മുഴുവൻ ഒരു തരത്തിലെ ദ്രാവകം ഒഴുകിക്കിടപ്പുണ്ട്. അത് എൻ്റെ കാലിൽ ഒട്ടുന്നുണ്ട്. എന്താണത്? ബ്ലഡാണോ? വാതിൽ അടഞ്ഞു കിടന്നതുപോലെ തന്നെ അടച്ചിട്ടു. ഹാളിൽ ലൈറ്റ് ഓഫാണ്. അതിനടുത്ത റൂമിൽ വെട്ടമുള്ള റൂമിൽ കതക് തുറന്നിട്ടിരിക്കുകയാണ്. അവിടെ ഒരു കറുത്ത നിറത്തിലുള്ള കർട്ടൻ ഇട്ടിട്ടുണ്ട്. കർട്ടൻ്റെ ഇടയിലൂടെ ഞാൻ നോക്കി. വർമ്മ സാറിനെ കണ്ടു. അവിടെ ആരെയോ കിടത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു അലർച്ച. ഞാൻ ഞെട്ടി. അറിയാതെ വാവിച്ചു പോയി. എൻ്റെ പുറകിൽ ആരോ നിൽപ്പുണ്ട് എന്ന് ഞാൻ ഫീൽ ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പോൾ പേടിയുണ്ട്. അത് വർമ്മ സാറിൻ്റെ മരുമകനാണ്. അയാൾ ഇറങ്ങിപ്പോ അവിടെ നിന്ന്. നീ ഇപ്പോൾ ഇവിടെ എന്തിനാണ് വന്നത് എന്നോട് ചോദിച്ചു. എനിക്ക് മറുപടി പറയാൻ തോന്നിയില്ല. അയാൾ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ച് ഞാൻ അവിടെ നിന്നും വേഗത്തിൽ ഓടി അണച്ച് എൻ്റെ റൂമിൽ വന്നു. ഉറക്കം വരുന്നില്ല. ഞാൻ ജനാലയിൽ കൂടി നോക്കി. അവിടെ വർമ്മ സാർ നിൽപ്പുണ്ട്. ഞാൻ ഓടിപ്പോയി എൻ്റെ റൂമിലെ ലൈറ്റ് അണച്ചു. ഉറക്കം വരുന്നില്ല. നേരം വെളുത്തപ്പോൾ നിക്കിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൾ അവളുടെ ബോയ് ഫ്രണ്ട് നിഖിലിനെ വിളിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ വീണ്ടും പോയി. ഞാൻ അവിടുത്തെ തറയിലാണ് ആദ്യം നോക്കിയത്. പക്ഷേ അവിടെ തലേന്ന് രാത്രി കണ്ട അതേ ദ്രാവകം, അതിൻ്റെ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആരായിരിക്കും അന്ന് നിലവിളിച്ചത്? എനിക്ക് വീണ്ടും ഭയം ഇരട്ടിച്ചു. വർമ്മ സാറും വർമ്മ സാറിൻ്റെ മകനും മരുമകളും അവിടെ നിൽപ്പുണ്ട്. അവർ സർവ്വസാധാരണമായി സംസാരിക്കുന്നു.
പക്ഷേ വർമ്മ സാർ എന്നോടൊന്നും സംസാരിക്കുന്നില്ല. പെട്ടെന്ന് എന്നോട് ഞാൻ ചോദിക്കാതെ തന്നെ പറയുന്നു, ഇന്നലെ നീ കണ്ടത് ഒരു ദുർസ്വപ്നമാണെന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം എൻ്റെ റൂമിലെ ജനാല തുറക്കാറേയില്ല. നിക്കി റൂം മാറിപ്പോയി. ഇപ്പോൾ 5 വർഷമായി. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത് എന്തായിരുന്നു ആ ദ്രാവകം? അന്ന് ആരായിരുന്നു അലമുറയിട്ട് കരഞ്ഞിരുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല.